പ്രിയരെ, ദൈവത്തിൻ്റെ കരുതലും കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. ദൈവത്തിൻ്റെ സ്നേഹസീമയിൽ നിന്ന് ഒരിക്കലും അകന്നു മാറാതെ ദൈവം ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പുലർകാല വിചിന്തനം ശ്രവിക്കാം. ഒരിക്കലൊരു കൊച്ചുകുട്ടി ചോദിച്ചു, 100-ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? കണക്കിൻ്റെ എല്ലാ പാണ്ഡിത്യങ്ങളും തികഞ്ഞ ഏതൊരു മനുഷ്യനും, എന്തിനൊരു സാധാരണക്കാരനും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റും. 99. നമ്മൾ പഠിച്ച കണക്കിനകത്ത് 100-ൽ നിന്ന് 1 കുറഞ്ഞാൽ 99 പക്ഷെ ആ കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മറുപടി മറ്റൊന്നായിരുന്നു. 100-ൽ നിന്ന് 1 പോയാൽ വെറും 0 മാത്രമല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കൻ്റെ കണക്കുകൂട്ടലിൽ എപ്പോഴും 100-ൽ നിന്ന് 1 പോയാൽ 2 പൂജ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ കണക്കുകൂട്ടൽ ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അത് ദൈവമാണ് കേട്ടോ. മേയ്ക്കുവാൻ കൊണ്ടുപോയ 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതാണ് ബാക്കിയുള്ള 99 വില നൽകുന്നതെന്ന് തിരിച്ചറിയുന്ന ഇടയൻ 99 താഴ്വാരത്തിൽ വിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തേടി ആ കൂരിരുട്ടിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. പുൽനാമ്പുകൾക്കിടയിൽ, വന്യമായ വഴികൾക്കിടയിൽ, മുൾപ്പടർപ്പുകൾക്കിടയിൽ അയാൾ തിരക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ താൻ വില കൊടുത്ത ആ ആടിനെയും കൊണ്ടയാൾ മടങ്ങി 99 കൂടത്തിൽ കൊണ്ടുപോയി ചേർത്ത് വെച്ചപ്പോൾ അത് 100-ന്റെ പരിപൂർണതയിലേക്ക് കടന്നു വരികയും ചെയ്തു. ദൈവത്തിൻ്റെ കണക്കാ. 1 നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയെല്ലാം വട്ട 0 മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഏതൊരു കാര്യത്തെയും നിസ്സാരമായിട്ട് കണക്കാക്കരുത്. നമ്മൾ പറയും, അത് നഷ്ടപ്പെട്ടു പോയല്ലോ, ബാക്കി ഇത്രയുണ്ടല്ലോ. ഇല്ല, ബാക്കിയുള്ളതിന് വില കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരുപോലെ വില കൽപ്പിക്കുവാനായിട്ട് പറ്റിയാൽ മാത്രമേ ബാക്കിയുള്ളതിനും വിലയുണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ ഒന്നിനെയും നിങ്ങൾ നിസാരമായിട്ട് കണക്കാക്കരുത്. ദൈവം എന്ത് നിന്റെ ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അതിനെല്ലാത്തിനും ഓരോരോ വിലകളുണ്ട്. ആ വിലകൾ എന്താണെന്ന് ദൈവം കൃത്യമായിട്ട് നിശ്ചയിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതകഥ നമുക്കറിയാം. ഒരു ദിവസം താൻ വേട്ടയാടി വലഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അനുജനിരുന്ന് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിൻ്റെ മണം മൂക്കുകളിലേക്ക് അടിച്ചു കയറുന്ന ചേട്ടൻ പാത്രവും എടുത്തുകൊണ്ട് അനുജൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കപ്പ് പായസം താ. അനുജൻ കൗശലക്കാരനായിരുന്നു. അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ പായസം തരാം, പക്ഷെ നിന്റെ കടിഞ്ഞൂൽ പുത്ര അവകാശം അതെനിക്ക് വേണം. തൻ്റെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കടിഞ്ഞൂൽ പുത്ര അവകാശത്തിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഏസാവ് പറഞ്ഞു, നീ എടുത്തു. അവൻ തന്നെ 100-ൽ നിന്ന് 1 കളഞ്ഞു. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട്, അപ്പൻ്റെ കാൽപാദങ്ങളിൽ പോയി കണ്ണുനീരൊഴുക്കി ഏസാവ് ചോദിക്കുന്നുണ്ട്, അപ്പാ, ഒരനുഗ്രഹം പോലും നീ എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒന്നിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവൻ ജീവിതത്തിൽ വട്ടപൂജ്യമായിട്ട് പോകും. അവൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും പ്രാപിക്കുവാൻ അവൻ്റെ ശിഷ്ടജീവിതം കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനെയും നിസ്സാരമായി കണക്കാക്കരുതേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടെ നൽകിയ എല്ലാത്തിനെയും നന്ദിയോട് ചേർത്ത് പിടിക്കുവാനും അതിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനും എൻ്റെ അധരങ്ങളെ ബലപ്പെടുത്തണമേ. ആമേൻ.